ഈ കേസിൽ അതിവേഗം എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് പറയാവുന്ന തരത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ ഈ വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഇതിലൂടെ നിയമത്തിലുള്ള ഒരു പക്ഷേ കുറേ പേരുടെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കാണാണ് നിയമത്തിലുള്ള വിശ്വാസമൊക്കെ വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും നൽകുന്നത്? ഒരു പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ അങ്ങേക്കും ഇനി ഇതുവരെയുള്ളതിലും മുന്നോട്ടുള്ളതിലൊക്കെ നമ്മുടെ പറയും. അല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. കാരണം ഇതിൽ ഒരു അന്വേഷണം നടത്തി ചാർജ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ ശേഷം വളരെ നേരത്തെ കുറ്റപത്രം പോലീസ് ഈ കോടതി പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം വായിച്ചതിന് ശേഷം കേസ് ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തെ കാലാവധി തന്നെ അവർക്ക് പ്രിപ്പറേഷനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം കൊടുത്തിരുന്നു. സത്യസന്ധമായിട്ടുള്ള ഒരു ട്രയൽ അവിടെ ഒരു ഫെയർ ട്രയൽ അവിടെ നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതികൾക്കും കോടതി തുല്യമായിട്ട് കൊടുത്തിരുന്ന ഒരു വലിയൊരു സന്ദേശവും ഇതിനകത്തുണ്ട്. കൂടാതെ ഈ കോടതി നമ്മൾ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലും നീതിന്യായ വ്യവസ്ഥിതിയിൽ പബ്ലിക്കിന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ട്. കാരണം വെറും 40 ദിവസം കൊണ്ട് 95 സാക്ഷികളെ വിസ്തരിച്ച് 323 രേഖകളും തെളിവിലേക്കെടുത്ത് അതുപോലെ 51 തൊണ്ടിമുതലുകളും എടുത്ത് സാഹചര്യ തെളിവുകളെ ശരിയാവണ്ണം കോർത്തിണക്കി തെളിവ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കോടതി വളരെയധികം ആകപ്പാടെ എൻ്റെ മാതാവിനെ എനിക്ക് നഷ്ടപ്പെട്ട കുറച്ച് ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ, ആ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ മാത്രമാണ് ഞാൻ ലീവ് എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് മാറി നിന്ന്. ആ ദിവസങ്ങളിൽ മാത്രമാണ് കോടതിക്ക് ഈ ട്രയലിൽ നടത്താതെ പോയത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ 95 സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ, പിന്നെ അത് കൂടാതെ പ്രതികൾക്ക് അവർക്ക് ശിക്ഷയെപ്പറ്റി അവർ ചെയ്ത തെളിവുകൾ അവർക്കെതിരെ വന്നതിനെ പറ്റി വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക, പിന്നെ വാദം കേൾക്കാനുള്ളത്, എല്ലാത്തിനും വളരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ കേസ് തുടർന്ന് നടക്കുകയുണ്ടായി. പിന്നെ അവസാനമാണ് പിന്നെ ഈ അതിനെ തുടർന്ന് പ്രതികൾക്ക് ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക. എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രയൽ, ഒരു ഫെയർ ട്രയൽ ഇതിനകത്ത് നടക്കുകയും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത്, ഈ ജസ്റ്റിസ് നടന്നാൽ മാത്രം പോരാ, നീതി യഥാർത്ഥത്തിൽ നടന്നു എന്ന് തോന്നുകയും വേണം എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ടല്ലോ. ജസ്റ്റിസ് നോട്ട് അലോൺ ടു ബി ഡൺ ബട്ട് ഇറ്റ് സീം ടു ബി ഡൺ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അപ്പം വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് കോടതിയുടെ പ്രത്യേക നിർദ്ദേശം പ്രകാരം ഈ ഷാരോൺ രാജിൻ്റെ മാതാപിതാക്കളെ തെങ്ങി നിറഞ്ഞു നിന്ന ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു മുറിയായിട്ട് കൂടി അതിനകത്ത് കോടതി മുറിക്കുള്ളിൽ രണ്ടുപേരെയും ഏകദേശം കോടതി ഹാളിൽ ഇരുത്തി അവർക്ക് ചെയർ കൊടുത്ത് കോടതിയുടെ അനുവാദത്തോടുകൂടി അവിടെ ഇരുന്നതിന് ശേഷം വിധി കേൾക്കാനുള്ള ഒരു അവസരം കൂടി കൊടുത്ത് അവർക്ക് നീതി ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടി. കാരണം പബ്ലിക്കിന് ഇതൊരു വലിയ സന്ദേശമായിട്ട് ലഭിക്കുന്നതിന് കൂടി വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല ഒരു വിധിയാണ് ഈ കോടതിയിൽ നിന്ന് ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥിതിയോട് തന്നെ കൂടുതൽ വിശ്വാസം തോന്നുന്ന തരത്തിലുള്ളൊരു വിധി.